ബാപ്പുട്ടിക്ക, നിങ്ങൾക്ക് 6 പെമ്മക്കളല്ലേ? എന്തൊരു വിധിയല്ലേ? അതിന് തനിക്കെന്താ? ഞാനല്ലേ അവരെ പോറ്റുന്നേ. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുകയായിരുന്നു കൂലിപ്പണിക്കാരൻ ബാപ്പുട്ടി. കവലയിലെ ഒരു കടയിലിരുന്ന് സൊറ പറയുകയായിരുന്ന കല്യാണ ബ്രോക്കറായ മൂസക്കുഞ്ഞപ്പോൾ ബാപ്പുട്ടിയെ കണ്ടു. ബാപ്പുട്ടിക്ക് ഒരുപാട് പെൺമക്കളുണ്ട്. മൂസക്കുഞ്ഞിനതറിയാം. ഭാവിയിൽ തൻ്റെ ഒരു ഇരയാണ് ഈ ബാപ്പുട്ടി. മൂസക്കുഞ്ഞ് ഓടി വന്ന് ബാപ്പുട്ടിയുടെ പിന്നാലെ കൂടിക്കൊണ്ട് ആ കൊണസ്റ്റ് ചോദ്യം ചോദിച്ച് അയാളുടെ മനസ്സിളക്കി. അല്ല ബാപ്പുട്ടിക്ക, ഇന്നലെ ജുമാക്ക് നിങ്ങളെ കണ്ടില്ലല്ലോ. എവിടെയായിരുന്നു നിങ്ങള്? ഞാൻ എത്ര അന്വേഷിച്ചു എന്നറിയോ? എന്താ മൂസേ കാര്യം? എനിക്ക് തെക്കേപ്പുറം വലിയ പള്ളിക്കടുത്ത് ഒരു പറമ്പിലായിരുന്നു പണി. അവിടുത്തെ പറമ്പിലെ കിണറ്റിൽ നിന്നും വെള്ളം കോരി കുളിച്ചിട്ട് ഞാൻ അവിടുത്തെ പള്ളിയിൽ ജുമാക്ക് അങ്ങ് കൂടി. ഓ, അത് ശരി. ഞാനൊരു പ്രധാന കാര്യം പറയാനാണ് നിങ്ങളെ അന്വേഷിച്ചത്. എൻ്റെ മക്കളുടെ കല്യാണക്കാരി ആയിരിക്കും. ദേ മൂസേ, എൻ്റെ കൈ കാശൊന്നുമില്ലേ. ചുമ്മാ ബ്രോക്കർ കളിക്കല്ലേ. ഇതെന്ത് കഷ്ടം നോക്ക്. ബാബുട്ടിക്ക, ഞാനൊരു ബ്രോക്കർ ആയിട്ടല്ല നിങ്ങളോട് സംസാരിക്കുന്നത്. നല്ലൊരു ചെങ്ങായി ആയിട്ടാ. ഇക്കാന്റെ 6 പെൺമക്കളെ വെറും കൂലിപ്പണിക്കാരനായ നിങ്ങള് ഈ കാലത്ത് എങ്ങനെ കെട്ടിക്കാനാണ്? ഇപ്പൊ തന്നെ മക്കളിൽ 3 വിവാഹപ്രായം എത്തിയെന്നാണ് അറിഞ്ഞത്. മൂത്തയാളെ അയമുട്ടിക്കാക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്ക്. അങ്ങനെ ആ നിക്കാഹ് കഴിഞ്ഞ ബാക്കിയുള്ളവരെ ഓള് നോക്കൂലേ? അത്രയ്ക്കുണ്ടല്ലോ അയമുട്ടിക്കാക്ക് ഈ നാട്ടിലുള്ള സ്വത്ത് വകകൾ. ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടോ നിങ്ങൾ ഇപ്പോഴും പിക്കാസും തുമ്പായും കൊണ്ട് നടക്കുകയല്ലേ ഈ നാട് നീളെ. നിങ്ങളുടെ മൂത്ത മോളെ കല്യാണം കഴിച്ചു കൊടുത്താ പിന്നെ നിങ്ങൾ ആരാ? ആരാ? അയമുട്ടിക്കാന്റെ അമ്മാച്ചൻ. അയ്യേ ഛേ, അയാൾക്ക് എന്നെക്കാ വയസ്സുണ്ടല്ലോ. നാണമില്ലേ നിനക്ക് ഇതെന്നോട് പറയാൻ? ആട്ടെ, ഇങ്ങക്ക് എത്രയാ വയസ്സ്? എനിക്കിപ്പോ 54 എന്നാൽ അയാൾക്ക് വെറും 63 മാത്രമേ ഉള്ളൂ. മാത്രല്ല ഇങ്ങക്ക് 54 ഉള്ളൂ എങ്കിലും 65 കഴിഞ്ഞ കിളവനെ പോലെ തോന്നുന്നു. അയാൾക്കാണെങ്കിൽ 63 ആയിട്ടും ഇപ്പോഴും നേരെ തിരിച്ച് 36 മാത്രമേ തോന്നുന്നുള്ളൂ. നമ്മുടെ നാട്ടിലെ മമ്മൂട്ടിന്നാ എല്ലാരും അയാൾ വിളിക്കാറ്. അത്രയും സുന്ദരനല്ലേ? അയാൾക്ക് എന്തിനാ ഈ പ്രായത്തിൽ വേറൊരു കല്യാണം? അപ്പോ അയാളുടെ വീട്ടുകാരി എവിടെ പോയി? അതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട്. അവരുടെ അറിവോടുകൂടി തന്നെയാണ് ഈ കല്യാണം. ഒരുപാട് സ്വത്തുള്ളവർക്ക് എത്രയും കെട്ടാലോ. ആ കെട്ടിലാണെങ്കിൽ ഒരു മോനേ ഉള്ളൂ. അതാണെങ്കിൽ ഒരു പൊട്ടനും. ചുരുക്കി പറഞ്ഞ മോളെ കെട്ടിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ ജീവിതമാണ് മാറി മറിയാൻ പോകുന്നത്. അതെങ്ങനെ മൂസ? ഇക്കണ്ട സമ്പത്തിനൊക്കെ അധികാരിയായി അമ്മാച്ചനായി നിങ്ങൾക്ക് സുഖമായി പണിയെടുക്കാതെ കഴിയാം. അയാൾ ഇട്ടുമൂടാൻ പൊന്നും പണവും മോക്ക് നൽകുന്നത് പിന്നെ കൈകാര്യം ചെയ്യുന്നത് ആരാ? ആരാ? ഇങ്ങളല്ലേ പഹയാ? ബാപ്പുട്ടിക്ക, ഒരു കാര്യം ചെയ്. ഈ കാര്യം പോയി വീട്ടിൽ പറഞ്ഞ് ശരിയാക്കി വെക്ക്. ഉടനെ ഒരു ദിവസം അങ്ങോട്ട് ഞങ്ങൾ വരാം, അയമുട്ടിക്കാനെയും കൂട്ടി. അയാളാണെങ്കിൽ എന്നും ബിസിയാണ്. സ്വന്തം പുരയിൽ വല്ല ഞായറാഴ്ചയും കാണാൻ കിട്ടിയാലായി. അപ്പോ ഞാൻ ഇറങ്ങിയാണ്. അതും പറഞ്ഞ് മൂസക്കുഞ്ഞ് വടക്കോട്ട് യാത്രയായി. ഏതായാലും ബ്രോക്കർ മൂസക്കുഞ്ഞ് പറയുന്നതിലൊരു കാര്യമുണ്ട്. ഭാര്യ ആച്ചുവിനോട് ഒരു പക്ഷേ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റിയേക്കും. പക്ഷെ താൻ ഈ കാര്യം എങ്ങനെ മോള് നഫീസയുടെ മുഖത്ത് നോക്കി പറയും? ചെറുപ്പമല്ലേ അവള്? വെറും 22 വയസ്സ്. അവൾ എന്തായിരിക്കും പ്രതികരിക്കുക? വിവാഹം കഴിഞ്ഞ് 3-4 വർഷം കഴിഞ്ഞ് കിട്ടിയതാണ് അവളെ. അതുകൊണ്ട് തന്നെ ഒരുപാട് ലാളനകൾ അവൾക്ക് കൊടുത്ത് വളർത്തി. അതിനുശേഷം അവളുടെ ബർക്കത്ത് കൊണ്ട് 5 പേരും ഓരോ 1.5 വർഷം ഇടവിട്ട് വന്നു. സത്യത്തിൽ അവരെയൊന്നും മൂത്തവളെപ്പോലെ കുഞ്ഞുനാളിൽ അത്ര കണ്ട് ലാളിക്കാനോ സ്നേഹിക്കാനോ പറ്റിയിട്ടില്ല. അറക്കാൻ മെഷീൻ വരുന്നതിന് മുമ്പും താൻ മഴുകൊണ്ടാണ് മരം മുറിച്ച് തൻ്റെ കുടുംബം പുലർത്തിയത്. അധ്വാനവും ആരോഗ്യവും കൈമുതലായി ഉള്ളതുകൊണ്ട് ആരെയും പട്ടിണിക്കിട്ടിട്ടില്ല. മറ്റുള്ള 5 പേരെ പോലെ പഠിക്കാൻ അത്ര ഉഷാറല്ല മൂത്ത മകൾ നഫീസു. എങ്കിലും ഈ ആധുനിക കാലഘട്ടത്തിലെ കുഞ്ഞാണവൾ. അന്ന് രാത്രി കിടക്കുമ്പോൾ ബാബൂട്ടി ഈ വിഷയം തൻ്റെ ഭാര്യ ആച്ചുവിനോട് പറഞ്ഞു. അയ്യോ ഇക്ക, ഞാനിതെങ്ങനെ അവളോട് പറയും? എന്നെ അവൾ കൊല്ലും. കാട്ടറബിക്ക് പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന പഴയ കാലമൊന്നുമല്ല ഇത്. നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ വിദ്യാഭ്യാസത്തിലും കഴിവിലും വലിയ പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. പണ്ട് ആമ്പിള്ളേരൊക്കെ വിസിറ്റിംഗ് വിസ എടുത്ത് ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന പോലെ ഇപ്പോൾ പെൺകുട്ടികളാണ് നന്നായി പഠിച്ച ശേഷം വിസിറ്റിംഗ് വിസ എടുത്ത് ഗൾഫിൽ പോയി ജോലി അന്വേഷിക്കുന്നത്. ആ വഴിക്ക് ശ്രമിക്കാനാണ് എല്ലാവരുടെയും പ്ലാൻ. ഭാര്യ ആച്ചുവിൻ്റെ വർത്തമാനം കേട്ടതോടെ ബാപ്പൂട്ടി പിന്നെ ഒന്നും മിണ്ടിയില്ല. അയ്മൂട്ടിക്ക് മകളെ കൊടുക്കാമെന്ന പ്രതീക്ഷ മനസ്സിൽ നിന്നും മാറ്റിവെച്ച് കിടന്നുറങ്ങി. പിറ്റേന്ന് ഞായറാഴ്ചയായിരുന്നു. പ്രാതൽ കഴിഞ്ഞ് കുട്ടികളൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ പുറത്ത് കാറ് വന്നു നിൽക്കുന്ന ശബ്ദം. ബാപ്പൂട്ടിയുടെ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ചെറിയ ഗേറ്റ് തുറന്ന് അതാ വരുന്നു മൂസക്കുഞ്ഞിനൊപ്പം അയ്മൂട്ടിക്ക നേരിട്ട്. കയ്യിലൊരു പൊതിക്കെട്ടുമുണ്ട്. അല്ലോ, ഇയാൾ ഇതെന്ത് ഭാവിച്ച? താൻ മോളോടൊന്നും പറഞ്ഞിട്ട് പോലുമില്ല. അതിന് നേരം കിട്ടിയിട്ടുമില്ല. അവർ ഇരുവരും പൂമുഖത്ത് വന്നപ്പോൾ അകത്ത് ക്ഷണിച്ചിരുത്തി. ഉള്ളിലേക്ക് വരൂ. അയ്മൂട്ടിക്കായും ബ്രോക്കർ മൂസക്കുഞ്ഞിയും വീടിനുള്ളിൽ വന്ന് ബാപ്പൂട്ടി ഇട്ടുകൊടുത്ത കസേരയിലിരുന്നു. കല്യാണത്തിനായി ഞാനൊരു പെണ്ണിനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നതാണ്.
ആ പിന്നെ ബാപ്പൂട്ടിക്ക് അറിയാലോ, മൂസക്കുഞ്ഞെല്ലാം പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? പറഞ്ഞു ഐമൂട്ടിക്ക എന്ന് പറയാനേ ആ സമയത്ത് ബാപ്പൂട്ടിക്ക് ആയുള്ളൂ. കുട്ടികളെല്ലാം അത്ഭുതത്തോടു കൂടി ഐമൂട്ടിക്കായും ബ്രോക്കർ മൂസക്കായും നോക്കുന്നു. ആർക്കാ പെണ്ണ്? ഐമൂട്ടിക്കാന്റെ മോൻ ഭിന്നശേഷിക്കാരനാണ്, അവന് വേണ്ടിയാണോ പെണ്ണ്? കുട്ടികൾ പരസ്പരം സംശയത്തോടെ നോക്കി. എന്തോ ആവശ്യത്തിന് വന്ന വെറും അതിഥികൾ മാത്രമാണെന്നായിരുന്നു വീട്ടിൽ കയറി വന്ന അവരെ കണ്ടപ്പോൾ അവർ ധരിച്ചത്. കല്യാണം കാര്യമാണെന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് അവരെല്ലാം ഉൾവലിയാൻ തുടങ്ങി. വാടി പോകാം, അവർ പരസ്പരം പറഞ്ഞ് അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങി. നിക്ക്, ഇതിൽ ആരെയാ എനിക്ക് കെട്ടിച്ചു തരുന്നത്? അയാൾ കുട്ടികളെ തടഞ്ഞുകൊണ്ട് കൊതിയോടെ അവരെ നോക്കി ചോദിച്ചു. അയാളുടെ വൃത്തികെട്ട ദൃഷ്ടി തങ്ങളുടെ നേരെ ആയപ്പോൾ പെൺകുട്ടികളൊക്കെ ഭയന്ന് അവിടെ നിന്ന് വേഗം അടുക്കളയിലേക്ക് ഓടി. അതുകണ്ട് അയാൾ വീണ്ടും ചോദിച്ചു, ബാപ്പൂട്ടിയുടെ മൂത്ത മകളെയല്ലേ? കുട്ടികൾ ഓടിപ്പോയ വഴിയെ നോക്കി ഐമൂട്ടിക്ക ചോദിച്ചു. അതു പിന്നെ ഞാൻ അവളോടൊന്നും എന്ന് പറഞ്ഞുകൊണ്ട് ബാപ്പൂട്ടി നിർത്തി. എന്താ പറഞ്ഞില്ലേ? പോയി പറയേ. നീ എന്താ ഇവിടെ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നു? അത് കേട്ട് ബാപ്പൂട്ടി അടുക്കളയിലേക്ക് യാന്ത്രികമെന്നോണം നടന്നു നീങ്ങി. ബാപ്പൂട്ടി അവിടെ എത്തുമ്പോൾ കുട്ടികൾ ഉമ്മയോട് പരാതി പറയുന്നത് കേൾക്കുന്നത്. ഉമ്മ, ആ വയസ്സൻ ഇവിടെ വന്നത് ആരെ കെട്ടാൻ വേണ്ടിയാ? നമ്മളിൽ ആരെയോ അയാൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ ബാപ്പ അയാൾക്ക് വാക്ക് നൽകിയെന്ന് തോന്നുന്നു. കുട്ടികൾ അത് പറഞ്ഞ് കരയാൻ തുടങ്ങി. നിങ്ങൾ ബേജാറാകണ്ട, സമാധാനിക്ക്. ഉമ്മ ആച്ചു അവരെ സമാധാനിപ്പിച്ചു. ആച്ചുവിനോട് ബാപ്പൂട്ടി ചോദിച്ചു, നഫീസ എവിടെ? അവൾ അറിഞ്ഞോ ഈ വിവരം? ഇല്ല, അവൾ കേട്ടോന്നറിയില്ല. അവളെവിടെ? എല്ലാവരും അവളെ അന്വേഷിച്ചു. ആ സമയം നഫീസ ആ വീടിന്റെ ഉള്ളിലെ ഒരു റൂമിൽ കയറി കതകടച്ചിരിക്കുകയായിരുന്നു. ഇത്ത അറിഞ്ഞെന്ന് തോന്നുന്നു. ഇതാ ഈ റൂമിൽ കയറി കതകടച്ച് കുറ്റിയിട്ടിരിക്കുന്നുണ്ട്. എല്ലാവരും തട്ടി വിളിച്ചിട്ടും തുറന്നില്ല. ഓടിട്ട പുരയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ കഴുക്കോലിന് ഉമ്മാന്റെ സാരി കെട്ടി ഇറക്കിയിരിക്കുന്നത് കണ്ടു. മച്ചിന് പല അടിക്കാത്തത് കൊണ്ട് പുറത്തു നിന്ന് നോക്കുമ്പോൾ കണ്ടു. അയ്യോ, നഫീസ് തൂങ്ങിച്ചാവാൻ പോകുന്നേന്ന് കുട്ടികൾ വിളിച്ചു പറഞ്ഞു. ബാപ്പൂട്ടിക്കായും ഞെട്ടിപ്പോയി. കഴുക്കോലിൽ തൂങ്ങിയാടുന്ന സാരിയിൽ എന്തോ വെയിറ്റ് ഉള്ളതുപോലെ അനുഭവപ്പെട്ടു. അല്ലോ ചതിച്ചോ റബ്ബേ, നഫീസ് തൂങ്ങിച്ചാവാൻ ശ്രമിച്ചു എന്നാണ് തോന്നുന്നേ. അയാൾ ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. ദുർബലമായ ആ കതക് ചവിട്ടി തുറന്നു. സാരിയിൽ തൂങ്ങിയാടുന്ന മകളെ കണ്ട് അയാൾ ഞെട്ടി. കാലിൽ പിടിച്ച് അവളെ ഉയർത്തി, അവളെ താങ്ങി നിർത്തി. ആ സമയം ആച്ചുമ്മ സാരി അറുത്തെടുത്തു. അവൾ സാരി കഴുത്തിലിട്ട് തൂങ്ങിയിട്ട് ഒരു സെക്കൻഡേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് മരിച്ചില്ല. കഴുത്തിൽ നിന്നും കുരുക്കൊക്കെ എടുത്തിട്ട് അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോളെ, ഞാൻ ഒരിക്കലും മോളെ അയാൾക്ക് കൊടുക്കില്ല. മോള് പേടിക്കണ്ട. അതെ അതെ, എൻ്റെ മോളൊരിക്കലും അയാളുടെ കൂടെ പോവണ്ട, ആച്ചുമ്മയും ഉറപ്പ് പറഞ്ഞു. അനിയത്തിമാരും പറഞ്ഞു, ഇത്താത്ത ഇത്താത്ത അയാളുടെ കൂടെ പോവണ്ട, ആരും ഇവിടെ അയക്കില്ല ഇത്താത്താനെ. രണ്ടാമത്തെ പെൺകുട്ടി ഫാത്തിമയ്ക്കൊരു സംശയം. ഇത്താത്ത അവര് രണ്ടുപേരും ഇവിടെ വന്നത് കണ്ടായിരുന്നോ? ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നല്ലോ ഇത്താത്ത, പിന്നെ എപ്പോഴാ അയാളെ കണ്ടത്? ഇതിനിടയിൽ എപ്പോഴാണ് ഇത്താത്ത റൂമിൽ കയറി തൂങ്ങാൻ പോയത്? ടൈമിംഗ് ഒന്നും ശരിയാവുന്നില്ലല്ലോ. പക്ഷേ അവൾ ഒന്നും മിണ്ടിയില്ല. ആ സംശയം മനസ്സിൽ കൊണ്ട് പുകഞ്ഞു. ഒരുപക്ഷെ ഐമൂട്ടിക്കായും ബ്രോക്കറും മൂസക്കുഞ്ഞും വരുന്നത് ദൂരെ നിന്ന് നമ്മളെക്കാൾ മുന്നേ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ കല്യാണാലോചന ഒരുപക്ഷെ ഇത്ത നേരത്തെ അറിഞ്ഞു കാണും. അതിനെക്കുറിച്ചൊന്നും ഫാത്തിമ ചോദിച്ചില്ല. പാവം, വയസ്സായ ഒരാളെ കൊണ്ട് കെട്ടിക്കുമ്പോൾ ഏത് പെണ്ണിനും ഉണ്ടാകുന്ന ദുഃഖമായിരിക്കും ഈ കടുങ്കൈക്ക് പ്രേരിപ്പിച്ചത്. നഫീസ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിച്ചു. മോള് കരയണ്ട കേട്ടോ, ഉപ്പയും ഉമ്മയും അവളെ സമാധാനിപ്പിച്ചു. ഇതിനിടയിൽ രണ്ടാമത്തെ അനിയത്തി ഫാത്തിമ നബീസ തൂങ്ങിയ റൂമിൽ ചെന്ന് പരിശോധിച്ചു. അവൾക്ക് അവിടെ നിന്നും ഒരു കടലാസ് നാലായി മടക്കി വെച്ചിരിക്കുന്നത് കിട്ടി. അവൾ അത് വായിച്ചു. ആരും കാണാതെ അവൾ അത് വേറൊരിടത്ത് ഒളിപ്പിച്ചു വെച്ചു. നഫീസു സങ്കടം അടക്കാനാവാതെ കരച്ചിൽ തുടർന്നു. അത് കണ്ടപ്പോൾ ആ ഉപ്പയും ഉമ്മയും മകളെ തരില്ലെന്ന് പറയാൻ ഇതൊന്നും അറിയാതെ ഹാളിലിരിക്കുന്ന ഐമൂട്ടിക്കാന്റെയും മൂസക്കുഞ്ഞിന്റെയും അടുത്തേക്ക് പോയി. എന്താ ബാപ്പുട്ടി അവിടെ ഒരു ബഹളം? അതൊന്നും നിങ്ങൾ അറിയണ്ട ഐമൂട്ടിക്ക, ഇത് നടക്കില്ല. നിങ്ങളുമായുള്ള നിക്കാഹിന് മകൾ ഒരുക്കമല്ല. നിങ്ങൾ വേറെ നോക്കിക്കോ. അവളെ ഞങ്ങൾ വേറെ ഏതെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെടുന്ന ആളെ കൊണ്ട് കെട്ടിച്ചോളാം. പാവപ്പെട്ടവനാണെങ്കിലും സാരമില്ല. അവൾക്ക് ഇഷ്ടമുള്ള ആൾക്കല്ലേ നമുക്ക് കെട്ടിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ബാപ്പൂട്ടി വളരെ ധൈര്യത്തോടെ പറഞ്ഞു. അപ്പൊ ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അയാൾ എണീറ്റു. കൂടെ മൂസക്കുഞ്ഞിയും നിരാശയോടെ എണീറ്റു. അയാൾ എഴുന്നേറ്റ് പോകാനായി തുടങ്ങവേ അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന നഫീസു അങ്ങോട്ട് വന്നു. നിൽക്കൂ. അത് കേട്ട് എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞ് അവളെ നോക്കി. അപ്പോഴേക്കും അനിയത്തിമാരും ഉമ്മയും എത്തി. അവൾ അയമുട്ടിക്കാന്റെ അടുത്ത് ചെന്നിട്ട് അയാളെ ആകമാനം ഒന്ന് നോക്കി. പ്രായമുണ്ടെങ്കിലും സുന്ദരനും ചെറുപ്പക്കാരനെ പോലെയും തോന്നുന്നു. എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണ്. ഇതെന്ത് കഥ? എല്ലാവരും ഞെട്ടിപ്പോയി. അനിയത്തിമാരും വിസ്മയം പൂണ്ടുപോയി. അല്പം മുമ്പാണ് ഇഷ്ടമില്ലാന്നും പറഞ്ഞ് അവൾ തൂങ്ങിച്ചാവാൻ പോയത്. അതിൽ നിന്നും ബാപ്പയാണ് ഇത്താത്തയെ തക്ക സമയത്ത് രക്ഷിച്ചത്. എന്നിട്ടിപ്പോ വീണ്ടും പറയുന്നു കല്യാണത്തിന് ഇഷ്ടമാണെന്ന്. ഇതെന്ത് മറിമായം?
എല്ലാവരും അതിശയിച്ച് അതിലേറെ അത്ഭുതപ്പെട്ടു. അവളുടെ വാക്ക് കേട്ട് അയമൂട്ടിക്കാക്ക് സന്തോഷമായി. ഇതാ പറയുന്നത്, ഈ അയമൂട്ടി ഭാഗ്യവാനാണെന്ന്. ഞാൻ എവിടെ പോയാലും പരാജയപ്പെടാറില്ല. പൊതുവെ എൻ്റെ കച്ചവടവും ഇങ്ങനെ തന്നെയാണ്. അയാൾ കയ്യിലുള്ള പൊതി തുറന്ന് മാലയും വളയും പുറത്തെടുത്ത് നഫീസുവിന്റെ അടുത്ത് ചെന്ന് അത് കഴുത്തിലും കയ്യിലും അണിയിച്ചു കൊടുത്തു. അതുകണ്ട് ആച്ചുവിനും ബാപ്പൂട്ടിക്കും ഉള്ളിൽ സന്തോഷമായി. അനിയത്തിമാർ ഒരു സിനിമ കാണുന്നത് പോലെ അത് നോക്കി നിന്നു. തുടർന്ന് നടന്ന ഒരു സുദിനത്തിൽ നഫീസയ്ക്ക് ആർഭാടകരമായി നിക്കാഹ് നടന്നു. അയമുട്ടിക്കാന്റെ ഭാര്യയായി അദ്ദേഹത്തിന്റെ തറവാട്ടിലേക്ക് പോയി. സത്യത്തിൽ അയമുട്ടിക്ക വന്ന ആ നിമിഷം എന്താ ആ വീട്ടിൽ നടന്നത്? സംഭവം ഇങ്ങനെയാണ്, പറയാം. നഫീസു ആ നാട്ടിൽ തന്നെയുള്ള ഒരു പയ്യനുമായി പ്രണയത്തിലായിരുന്നു. അനിയത്തിമാർ പോലും അറിയാതെ അവൾ ആ പ്രണയം കൊണ്ട് നടക്കുകയായിരുന്നു. ഇടയ്ക്ക് അവൻ ഗൾഫിൽ പോയി. വാട്സപ്പിലും ഫോണിലുമായി അവളുമായുള്ള പ്രേമം അവിടെ നിന്നും അവൻ നിലനിർത്തി ഇതുവരെ. ഈ അടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അവൻ നാട്ടിൽ വന്നത്. വന്ന ശേഷം അവൾ അവനെ കാണാനായി പലയിടത്തും അവസരമൊരുക്കിയിട്ട് പോലും അവളെ ഒരു പ്രാവശ്യം പോലും കാണാൻ കൂട്ടാക്കാതെ അവൻ പെണ്ണന്വേഷിച്ച് നടക്കുന്ന കാര്യം അവൾ അറിഞ്ഞു. ഇന്ന് രാവിലെ അവൻ പോയി ഒരു പെണ്ണിന് വളയിട്ട് കൊടുത്തു. ഫോട്ടോ വാട്സപ്പിൽ കണ്ടപ്പോഴാണ് അവൾ തൂങ്ങിച്ചാവാൻ പോയത്. ആ സമയത്താണ് അയമുട്ടി അവൾക്കുള്ള വിവാഹാലോചനയുമായി ആ വീട്ടിൽ വന്നത്. കാമുകൻ തന്നെ ചതിച്ച നിരാശയിൽ ഉള്ളിലെ മുറിയിൽ ആരും കാണാതെ നഫീസ് തൂങ്ങിച്ചാവാനുള്ള ശ്രമം നടത്തിയപ്പോൾ എല്ലാവരും കരുതി അയമുട്ടിക്ക് വന്നതുകൊണ്ട് പേടിച്ചാണ് അവൾ അത് ചെയ്തതെന്ന്. രണ്ടാമത്തെ അനിയത്തി ഫാത്തിമയ്ക്ക് കിട്ടിയ ആത്മഹത്യാക്കുറിപ്പിൽ നിന്നും അവൾ എല്ലാം അറിഞ്ഞിരുന്നു. എങ്കിലും ആ രഹസ്യം അവൾ ആരോടും പറഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അയമുട്ടിക്ക ഒരു രക്ഷകനായി എത്തിയത് അവൾക്കൊരു ജീവിതം ലഭിക്കാനിടയായി. ഒരു ദുർബുദ്ധിയിൽ നശിച്ചു മണ്ണടിയേണ്ട തൻ്റെ ജീവനും ശരീരവും കൊണ്ട് തൻ്റെ സഹോദരിമാർക്കെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടട്ടെ എന്ന് കരുതിയാണ് അവൾ അയമുട്ടിക്കാക്ക് തൻ്റെ കഴുത്ത് കുനിച്ചു കൊടുത്തത്. തുടർന്ന് 5 പെൺമക്കളുടെയും കല്യാണം കഴിപ്പിച്ചു. അവരെയെല്ലാം സഹായിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ചെത്തിച്ചു.